ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിന്ദൂര ചെപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുണ്ടാക്കുന്ന സിന്ദൂര ചെപ്പിന് വേണ്ടി ഇത്ര ഐറ്റം ചിരട്ടകളാണ് എടുത്തത്. അതായത് ചെറുതും വലുതുമായിട്ടുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പീസ് എടുത്താൽ മതി. നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളതിൽ ചെറുത് വെച്ച് ഇതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടൊരു ഷേപ്പ് ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട രീതിയിൽ അതിനുള്ള പീസുകൾ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് വേണ്ട രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ആക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതും. അതേ രീതിയിൽ കൂട്ടി ഒട്ടിക്കാനുള്ളതാണ്. കട്ട് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ട രീതിയിൽ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഒരു പീസ് വെച്ചിട്ട് അതിങ്ങനെ ഒരു ഷേപ്പിൽ ഒട്ടിച്ചിട്ട് അതിന് ഒരു അടപ്പ്, അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ മൊത്തത്തിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ റൗണ്ട് മറ്റൊരു പീസിൽ വെച്ചിട്ട് കറക്റ്റ് കിട്ടാനും വേണ്ടി അങ്ങനെ വെച്ച് വരച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. അതെടുത്തതിന് ശേഷം അതിൻ്റെ ഭാഗവും മൊത്തത്തിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പേപ്പർ ഇടുകയാണ് ചെയ്യുന്നത് ഗ്രൈൻഡർ ഉപയോഗിച്ച്. എന്നിട്ട് നമ്മളിതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുമാതിരി വരുന്ന രീതിയിൽ അത് പേപ്പർ ഇട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക. കുറച്ച് ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. നമ്മൾ ചിരട്ടപ്പൊടി ഇട്ടിട്ട് ഫ്ലെക്സിക്ക് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കവറിങ് ആയി പോകുന്നതാണ്. ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്, അതെല്ലാം ശരിക്കും ഒട്ടിപ്പിടിക്കും ആ പൊടി ഇടുമ്പോൾ. പിന്നെ പേപ്പർ ഇട്ട് ഉൾഭാഗം എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉൾഭാഗം മാക്സിമം പേപ്പർ ഇട്ട് റെഡിയാക്കുന്നത് അതിന് നല്ലതായിരിക്കും. ഈ സംഭവം ഒട്ടിച്ച് കഴിഞ്ഞാൽ പേപ്പർ ഇട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൈ അതിലൊന്ന് ഇടയ്ക്ക് നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് പതിവ് പോലെ പേപ്പർ ഇട്ടെടുക്കുന്നു. കുറേ തവണ ഇങ്ങനെ ഒട്ടി പിടിക്കുക. അത് ഏകദേശം ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അടിവശം ഏതാണ്ടായി. ഇനി അതിനൊരു അടപ്പ് ഭാഗമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവരും ഒന്ന് വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ വേണം. ഇനി അതിന് നമ്മൾ ഒരു അടപ്പ് ഭാഗം അതുപോലെ വെച്ചിട്ട് ഒന്ന് വരച്ചിട്ട് അതിൻ്റെ അളവിൽ നിന്ന് കുറച്ചേറെ ഇട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു സ്റ്റെപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അത് ഏത് രീതിയിലൊക്കെ വരുമെന്ന് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് ഗ്രൈൻഡർ എടുത്തിട്ട് പേപ്പറൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അടിയിൽ നമ്മൾ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്.
മേൽഭാഗം ഏകദേശം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനൊരു ലോക്ക് കൊടുക്കുന്നുണ്ട്. അത് 2 പീസ് ചെരിവ് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിലേക്ക് മെല്ലെ ഒന്നങ്ങ് ലോക്കാക്കി എടുക്കും. അത്രേ ചെയ്യുന്നുള്ളൂ. ചെറിയ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേസ്റ്റ് പീസിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് അങ്ങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴും ഒട്ടിയിട്ടുണ്ട്, നല്ല രീതിക്ക് ഒട്ടിയിട്ടുണ്ട് വിരൽ. അങ്ങനെ 2 ഭാഗവും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് അതിലേക്കൊന്ന് വെച്ച് ലോക്ക് ചെയ്യുക. അതിൽ ലോക്കാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഗ്രൈൻഡർ എടുത്തിട്ടോ എല്ലാം ഒന്ന് പേപ്പർ ഇട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഏകദേശം അത് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഒട്ടുമല്ല, ഒന്ന് പ്രസ് ചെയ്തവിടെ നിന്നാൽ മതി. ഇനി നമ്മൾ അതിലൊക്കെ ഓരോ വര ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ ഓരോ ഡിസൈൻ വരുന്ന രീതിയിൽ ആക്സോ ബോർഡ് വെച്ചിട്ട് കൂടുതൽ കട്ടാവാത്ത രീതിയിൽ ഒന്ന് വരച്ചെടുത്തിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പേപ്പർ ഇട്ടിട്ട് അതൊന്ന് വലുതാക്കി എടുക്കും. അത്ര സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ. കൂടുതൽ ഡിസൈനൊന്നും അതിൽ ഉണ്ടാക്കുന്നില്ല. ഇതുപോലെ ഒരു വര ഇട്ട് കൊടുക്കുന്നു, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെന്നിട്ട് ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുക. അതുപോലെ മേൽഭാഗത്തും എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വര ഇട്ട് കൊടുക്കുന്നുണ്ട് ആക്സോ ബോർഡ് വെച്ചിട്ട്. പേപ്പർ ഇട്ടെടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ ഭംഗിയായിട്ട് കിട്ടും അത്. ഏകദേശമൊക്കെ ഒന്ന് ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനൊരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം. അതിനങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്ര ചെറിയ പീസേ നമുക്ക് ആവശ്യമുള്ളൂ. അത് ഗ്രൈൻഡർ വെച്ചിട്ട് പേപ്പർ ഇട്ട് ഒന്ന് പാകപ്പെടുത്തി എടുത്തിട്ട് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. അത് കറക്റ്റായിരിക്കണം. വെച്ച് നോക്കുമ്പോൾ ചെരിവൊന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് സമയം ഒട്ടിപ്പിടിക്കും. എന്നിട്ട് അത് എടുത്ത് വെച്ച് നമ്മൾ പതിവ് പോലെ തന്നെ ചിരട്ടപ്പൊടിയും ഫ്ലക്സ് കേക്കും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കും. നല്ല വൃത്തിക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഒരു പിടി വേണമല്ലോ, അതിന് പിടിച്ച് നിൽക്കാൻ. അതിന് ചിരട്ടയുടെ വേസ്റ്റ് പീസ് ഇങ്ങനെ അടുക്ക് വെച്ചിട്ട് നമ്മൾ ഫ്ലക്സ് കേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്തിട്ട് അത് കുറച്ചൊന്ന് ഷേപ്പാക്കി എടുത്തിട്ട് നമ്മളതിൽ ഒട്ടിച്ചിട്ട് ബാക്കി കൂടെ ഷേപ്പാക്കി എടുക്കും. അതെങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അതൊന്നും അതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്രൈൻഡർ വെച്ചിട്ട് അത് നമുക്ക് വേണ്ട രീതിയിൽ വെച്ച് അങ്ങനെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്.
അതിലേക്ക് നമ്മൾ ചെറിയൊരു പീസ് അതിൻ്റെ മേലെ ഒട്ടിച്ചെടുത്തും കൂടിയും വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് എന്നിട്ട് അതെല്ലാം പേപ്പറിട്ട് എല്ലാ ഭാഗവും നമ്മളൊന്ന് മിനുസപ്പെടുത്തിയെടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നത്. പേപ്പർ നമ്മൾ എമരി പേപ്പർ നമ്മുടെ കയ്യിലിപ്പോൾ 80ൻ്റെ പേപ്പറുണ്ട്, പിന്നെ 100ൻ്റെ പേപ്പറും പിന്നെ 400ൻ്റെ പേപ്പറും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അതാണ് ഇട്ടത് അതിന്. എന്നിട്ട് അതൊക്കെ ഇട്ട് വൃത്തിയാക്കിയതിന് ശേഷം ക്ലിയർ ആക്കിയതിന് ശേഷം ഇതുപോലെ എല്ലായിടത്തും വെളിച്ചെണ്ണ ഒന്ന് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് സ്ലീക്ക് അടിച്ചെടുക്കും. നമ്മുടെ വാർണിഷ് ഉണ്ടല്ലോ, വാർണിഷ് പോളിഷ് ഏതും ചെയ്തെടുക്കുക. നല്ല കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം, ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണത്. നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതും ചെറിയൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് സ്ലീക്ക്, വാർണിഷ്, പോളിഷിലൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. അത് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല ലുക്കിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സിന്ദൂര ചെപ്പിൻ്റെ വീഡിയോയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.